പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സോണി പൂമണി. കവടിയാർ സാൽവേഷൻ ആർമി ഹൈസ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഞാൻ വായനാവാരത്തിൻ്റെ ആശംസകൾ ആദ്യമേ നേർന്നുകൊള്ളട്ടെ. നമുക്കറിയാം, വായന എപ്പോഴും നമ്മുടെ അറിവിനെ ഇങ്ങനെ ഉദ്ദീപിപ്പിച്ചുകൊണ്ടേയിരിക്കും. വായിക്കും തോറും നമുക്ക് കിട്ടുന്ന ഓരോ അറിവും ഓരോ വാക്കും ഭാഷയുടെ വൈവിധ്യങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആവഹിക്കാനും നമ്മുടെ തന്നെ വികാരങ്ങളെ, നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ പ്രതിഫലിപ്പിക്കാനും നമ്മെ സഹായിക്കും. അതുകൊണ്ട് നല്ല വായന എപ്പോഴും നമ്മെ വളർത്തിക്കൊണ്ടേയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നന്നേ ചെറുപ്രായത്തിൽ തന്നെ പുസ്തകങ്ങൾ വായിക്കാനും പത്രം വായിക്കാനും നമ്മുടെ ഭാഷയെ വളർത്തിയെടുക്കാനുമൊക്കെ നിങ്ങൾ വളരെയധികം ശ്രമിക്കണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് എഴുത്തുകാരുണ്ട്, മികച്ച കഥാകാരന്മാരുണ്ട്, മികച്ച കവികളുണ്ട്, നോവലിസ്റ്റുകളുണ്ട്, നിരൂപകന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അവരുടെയൊക്കെ കുട്ടിക്കാലം വായനയ്ക്ക് വേണ്ടി അവർ പുസ്തകങ്ങൾ അന്വേഷിച്ച് നടന്നിരുന്ന ഒരു കാലമാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ലല്ലോ. വിജ്ഞാനം വിരൽ തുമ്പിൽ, വിജ്ഞാന വിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായനയെ വായനയാക്കി മാറ്റിയിട്ടുണ്ട്, ഇലക്ട്രോണിക് വായന. അപ്പോഴും പുസ്തകങ്ങൾക്കുള്ള പ്രാധാന്യം കുറയുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ തന്നെ ഒരു പുസ്തകമാണ്. ഞാനൊരു കഥാകാരൻ എന്ന നിലയിലോ ഒരു കവി എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലോ അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ പിൽക്കാലത്ത് എൻ്റെ വായന, എനിക്ക് കിട്ടിയിട്ടുള്ള വായനയിലൂടെ കിട്ടിയ അനുഭവം എന്നെ ഒരു എഴുത്തുകാരനാക്കി എന്ന് വേണം പറയാൻ. അതുമല്ലെങ്കിൽ ആ വായനയിലൂടെ എനിക്ക് കിട്ടിയ എൻ്റെ ഭാഷ ഞാൻ കഥകളിലൂടെയും കവിതകളിലൂടെയും മറ്റ് പഠന ഗ്രന്ഥങ്ങളിലൂടെയും ഒക്കെ എഴുതി ഫലിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം. ഇതുവരെ എൻ്റേതായിട്ട് 9-10ഓളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കൂടുതലും കവിതകളാണ്. കഥകളുടെ സമാഹാരം വൈഖരി എന്ന പേരിൽ 2012 പുറത്തിറങ്ങിയ അതാണ് ആദ്യത്തെ എൻ്റെ കഥാസമാഹാരം. അതിൽ 7 കഥകളാണ് ഉൾപ്പെട്ടിരുന്നത്. അതിനുശേഷം മഞ്ഞ നിറമുള്ള ആകാശം എന്ന ഒരു കഥാസമാഹാരം പുറത്തിറങ്ങി. അതിൽ 9 കഥകളായിരുന്നു. അതിനുശേഷം പുതുതായി ഒരു പുസ്തകം കൂടി ഇറങ്ങിയിട്ടുണ്ട്. അനാഥനായി മരിക്കുന്നവൻ്റെ കുഴിമാടം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിലും 9 കഥകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ 3 കഥാസമാഹാരങ്ങളും അവിരാമം, തൽപ്പം, ജലസുഗന്ധി, കടൽ മൗനമാകുമ്പോൾ കര പറയുന്നത്, ഇത്തരത്തിൽ 5ഓളം കവിതാ സമാഹാരങ്ങളും മലയാള ഭാഷയിലെ വ്യത്യസ്തങ്ങളായ ഭാഷാ സംസ്കാരങ്ങളെ ലിപി സമ്പ്രദായവും നാടോടി ജീവിതം എന്ന പേരിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠന സമാഹാരം. ഗോത്രജീവിതത്തിൽ കേരളത്തിൽ തന്നെ കാസർഗോഡ് ജില്ലയിൽ വരുന്ന മാവിലൻ തുളു എന്ന ഭാഷ, മാവിലൻ എന്ന ഗോത്ര വിഭാഗത്തിൻ്റെ ഭാഷയായ മാവിലൻ തുളു, ഇതിന് ലിപിയില്ല. ഈ മാവിലൻ തുളുവിൽ ആദ്യമായി ധന്യ വേങ്ങച്ചേരി എന്ന ഒരു പെൺകുട്ടിയാണ് കവിതകൾ എഴുതുന്നത്. അവരുടെ കവിതകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പഠനം, പിന്നെ ബാലിവധം ആട്ടക്കഥയുമായി ബന്ധപ്പെട്ട ഒരു പഠനം, പിന്നെ എൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ. ഇത്തരത്തിലാണ് മലയാളത്തിൽ ഏകദേശം 10ഓളം പുസ്തകങ്ങൾ എൻ്റേതായി ഇറങ്ങിയിട്ടുള്ളത്. അതുകൂടാതെ ഞാനിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ പ്രഥമാധ്യാപക പരിശീലന ഗവേഷണ സ്ഥാപനമായ സീമാറ്റ് കേരളയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവിടുത്തെ പല അക്കാദമിക പ്രവർത്തനങ്ങളിലും പങ്കെടുത്തതിൻ്റെ ഫലമായി അവിടെ അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് 3 പഠന ഗ്രന്ഥങ്ങൾ, അത് ഇംഗ്ലീഷിലാണ്, ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ എഴുത്ത് ജീവിതം എന്ന് പറയുന്നത്. അതിൽ എനിക്കെപ്പോഴും പ്രിയപ്പെട്ട, നമുക്ക് ആദ്യത്തേതെന്തും പ്രിയപ്പെട്ടതായിരിക്കും എന്നാണല്ലോ പറയാറ്, അല്ലേ? ആ ആദ്യത്തേത് എന്ന് പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ കഥാസമാഹാരമായ വൈഖരിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. വൈഖരി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വൈഖരി എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ്, എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വൈഖരി എന്നാൽ ഏറ്റവും അർത്ഥപൂർണമായ ശബ്ദം എന്നാണ് അർത്ഥം. ദ മോസ്റ്റ് മീനിങ്ഫുൾ വേർഡ്
ഏറ്റവും അർത്ഥപൂർണമായ ശബ്ദം. ഏറ്റവും അർത്ഥപൂർണമായ ശബ്ദം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനെ ആണ് നമ്മൾ ഏറ്റവും അർത്ഥപൂർണമാക്കേണ്ടത്. നമുക്കറിയാമല്ലോ, മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വളരെ കുറച്ച് കാലഘട്ടം മാത്രമുള്ള ഒന്നാണ്. ഒരു 70 80 ഏറിപ്പോയാൽ 90, വളരെ കുറച്ച് ആളുകൾ മാത്രം 100-100-ലധികമോ ജീവിക്കുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ് മനുഷ്യൻ. മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യനൊരു സാമൂഹ്യ ജീവനം ദൈവം സാധ്യമാക്കിയിട്ടുണ്ട്. അതിനിടയിൽ കുറേയധികം പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, ആഗ്രഹങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ, സ്നേഹങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, വേദനകളിലൂടെ, അതിനുമപ്പുറത്ത് നേട്ടങ്ങളിലൂടെ, സന്തോഷങ്ങളിലൂടെ, ചിരികളികളിലൂടെയൊക്കെയാണ് നമ്മളുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനെ ഏറ്റവും അർത്ഥപൂർണമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിന് പരിശ്രമിക്കുക പരമാവധി. ചില ആളുകൾ അതിൽ വളരെയധികം സക്സസ് ആവുന്നു, ചില ആളുകൾ വളരെ സ്ലോയിൽ സക്സസ് ആവുന്നു. എന്തായാലും ഒരു അന്തിമമായ ഫലം നമ്മുടെ ഓരോരുത്തരുടെയും അധ്വാനത്തിനെ ആശ്രയിച്ചിരിക്കും. അതാണ് ഏറ്റവും അർത്ഥപൂർണമായ ശബ്ദം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് ഏറ്റവും അർത്ഥപൂർണമായ ആ ശബ്ദം എന്ന് പറയുന്നത്. വൈഖരി. ഈ കഥാസമാഹാരത്തിൽ വൈഖരി, പുഴ കടന്ന്, 2 കണ്ണുകൾ, സ്വകാര്യം, അന്തർധാനം, അനോഫിലിസ്, സൂത്രവാക്യം, ചെമ്പരത്തിപ്പൂക്കൾ എന്നിങ്ങനെ 9 കഥകൾ ഈ സമാഹാരത്തിനകത്തുണ്ട്. ഈ 9 കഥകളും 9 കാലങ്ങളിൽ 9 സന്ദർഭങ്ങളിൽ രചിക്കപ്പെട്ടവയാണ്. കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒന്നല്ലോ. കവിതയും അങ്ങനെ തന്നെയാണ്. ഏതൊരു സാഹിത്യകൃതിയും നമ്മുടെ അനുഭവങ്ങളുടെ, നമ്മുടെ ചിന്തകളുടെ ഒക്കെ പ്രതിഫലനമാണ്. ഓരോ കഥയ്ക്ക് പിന്നിലും രസകരമായ ഓരോ കഥകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത എന്ന് പറയുന്നത്. ആ ഒരു രസം ജീവിതത്തിൻ്റെയോ സന്തോഷത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ പ്രണയത്തിൻ്റെയോ വിരഹത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ ഒക്കെ രസം കൂട്ടിച്ചേർത്താണ് ഞാൻ ഈ കഥകൾ ഓരോ കാലഘട്ടത്തിലും. ഇതൊന്നും ദീർഘമായ കഥകളല്ല, വളരെ ചെറിയ കഥകളാണ്. 2-3 പേജുകളിൽ മാത്രം ഒതുങ്ങുന്ന, പെട്ടെന്ന് വായിച്ച് തീർക്കാൻ കഴിയുന്ന, പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കഥകളാണ് എനിക്ക് ആദ്യകാലത്ത് ഞാൻ എഴുതിയത്. പിന്നീട് ഇതിലും വലിയ കഥകൾ എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ ഒരു കഥയെ ഞാനൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് 9 കഥകളുണ്ട്. 9 കഥകൾക്കും 9 അനുഭവങ്ങളാണ് പറയാനുള്ളത്. ചെറുകഥകൾ എന്തായിരിക്കണം, എങ്ങനെയുള്ളവയായിരിക്കണം എന്നവയെപ്പറ്റി കൃത്യമായ നിർവചനങ്ങളൊന്നും എഴുതപ്പെട്ടിട്ടില്ല. പക്ഷേ ഓരോ കഥയും മനുഷ്യജീവിതത്തിൻ്റെ വൈവിധ്യങ്ങളെ അടയാളപ്പെടുത്തുന്നു, വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് വാസ്തവം. വൈഖരി എന്ന കഥയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. വൈഖരി എന്ന കഥയിൽ നായകനായി വരുന്നത് ഇൻഫോസിസിൽ ജോലി ചെയ്യുന്ന വെങ്കടചല അയ്യർ എന്ന് അറിയപ്പെടുന്ന മനുഷ്യനാണ്. പത്മനാഭ വെങ്കടാചലപതി അയ്യർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്ന് പറയുന്നത് നീന്തലാണ്. നീന്താൻ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ട്, പക്ഷെ നീന്താൻ സമയം കിട്ടാറില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നീന്താൻ അദ്ദേഹത്തിന് അറിയില്ല, വാസ്തവത്തിൽ അതറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്ന് പറയുന്നത് നീന്തൽ ആസ്വദിക്കുക എന്നുള്ളതാണ്. നീന്തൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഒരു കാലത്ത് കേരളത്തിൻ്റെ അഭിമാനമായി ഏഷ്യൻ ഗെയിംസിലും അതുപോലെ തന്നെ നാഷണൽ ഗെയിംസിലും ഒക്കെ കേരളത്തിന് വേണ്ടി നിരവധി മെഡലുകൾ നേടിയിരുന്ന സെബാസ്റ്റ്യൻ സേവ്യർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ കഥ ആരംഭിക്കുന്നിടത്ത് അദ്ദേഹം സെബാസ്റ്റ്യൻ സേവ്യറിൻ്റെ നീന്തൽ കാണുകയാണ്. സെബാസ്റ്റ്യൻ സേവ്യറിൻ്റെ നീന്തൽ അപാരം, ഇങ്ങനെ പോയാൽ ഇവൻ ഇന്ത്യക്ക് ഒളിമ്പിക്സ് മെഡൽ വാരും, അത്ര ക്ലിനിക്കലാണ് അവൻ്റെ പെർഫോമൻസ്. ഇടം കൈയെ കണ്ണിന് മുകളിൽ പിടിച്ച് ആകാശത്തേക്ക് നോക്കി അയ്യർ മഴക്കോൾ നോക്കി. അയ്യർക്ക് നീന്തലിനോടാണ് കമ്പം. ചോദിച്ചാൽ കുട്ടിക്കാലത്തെ ഓർമ്മകൾ അയ്യർ നിരത്തും. നാടായ നാട് മുഴുവൻ നടന്ന് അലഞ്ഞ് കുളങ്ങളായ കുളങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച കഥ. ഇപ്പോൾ ഇൻഫോസിസിൻ്റെ തലപ്പത്ത് ശീതീകരിച്ചുള്ള മുറിക്കുള്ളിലാണ് പുള്ളിയുടെ നീന്തൽ. അതായത് ഇപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായി വളരെ തിരക്കിലായതുകൊണ്ട് അദ്ദേഹം
നീന്തൽ ഇപ്പോൾ അദ്ദേഹത്തിന് നീന്താൻ കഴിയുന്നില്ല. അതായത് സിറ്റിയിൽ അതിനുള്ള സൗകര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിന് പകരം അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ സോളിസിറ്റർ ഗെയിമുണ്ട്. അതായത് ഈ നമ്മുടെ ചീട്ടുകളിയില്ലേ, അതിൻ്റെ ഗെയിം ലാപ്ടോപ്പിലുണ്ട്, കമ്പ്യൂട്ടറിലുണ്ട്. അതിലാണ് അദ്ദേഹം കളിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ അരികിൽ വരുന്നു. അദ്ദേഹത്തോട്, രവി എന്ന ആ വ്യക്തിയോട്, തൻ്റെ സഹപ്രവർത്തകനോട്, താങ്കൾക്ക് നീന്താൻ അറിയാമോ, നീന്തലിനെ പറ്റി അദ്ദേഹം ഒരു പ്രഭാഷണം തന്നെ നടത്തുന്നു. അപ്പോൾ എന്നിട്ട് ഇയാളെ കളിയാക്കുകയും ചെയ്യുന്നു. രവിയുടെ വയറിൽ, ഇച്ചിരി വയറൊക്കെ ഉള്ള ആളാണ് രവി. രവിയുടെ വയറിൽ തട്ടിയിട്ട് പറയുകയാണ്, തൻ്റെ ഈ തങ്കക്കുടം പോലുള്ള വയറൊക്കെ കുറയുമോ, അതുകൊണ്ട് നീന്തൽ എന്ന് പറയുന്ന നല്ലൊരു എക്സർസൈസാണ്, താൻ അതിന് ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഈ രവിയെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അയ്യരുടെ അന്നത്തെ ഓഫീസിലെ അവസാനത്തെ ദിവസമായിരുന്നു. അതായത് അന്ന് കഴിഞ്ഞാൽ അദ്ദേഹം പെൻഷനാവുകയാണ്. അതുകൊണ്ട് അദ്ദേഹം പെൻഷനാവുന്നുവെന്ന് സ്വയം അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നില്ല, ബോധ്യപ്പെടുന്നില്ല. അത് കഴിഞ്ഞും അത് വളരെ ആക്റ്റീവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് തൻ്റെ ജോലി അവസാനിപ്പിച്ച് ഒരു ദിവസം പെൻഷനായി വീട്ടിലേക്ക് പോകേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നൊരു സാഹചര്യം, അദ്ദേഹം അപ്പോഴും തൻ്റെ മനസ്സിനെ ഒരു നീന്തൽ കുളത്തിൽ വളരെ വേഗത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു നീന്തൽക്കാരനോട് ഉപമിച്ചുകൊണ്ടാണ് അയ്യർ ജീവിക്കുന്നത്. അയ്യർ ദ ഗ്രേറ്റ്. യഥാർത്ഥത്തിൽ അയ്യരുടെ ജീവിതം ഒറ്റയ്ക്കാണ്. അയാളുടെ ഭാര്യ അയാളെ ഉപേക്ഷിച്ച് പോയി. മകളുണ്ടായിരുന്നു. മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടെത്തി അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ അയാൾ അവളെ വിവാഹം കഴിച്ചു കൊടുത്തു. അവൾ അവിടെ സുഖമായി ജീവിക്കുന്നു. അങ്ങനെ സുഖമായി ജീവിക്കുകയും മകൾ സുഖമായി ഒരിടത്ത് ജീവിക്കുന്നു. ഭാര്യ ഉപേക്ഷിച്ചു പോയി ഏകാന്തത അനുഭവിക്കുന്ന ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൻ്റെ ആ ഏകാന്തതയിൽ നിന്ന് ഏറ്റവും അധികം ആവേശം കിട്ടിയിരുന്ന 2 സ്ഥലങ്ങളാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ ആ ക്യാബിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് അദ്ദേഹത്തിന് കുട്ടിക്കാലത്തേക്ക് പോകേണ്ടി വരും. രണ്ടാമത്തെ ഘട്ടത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ തറവാടിനടുത്ത് നീന്തി തുടിച്ച അദ്ദേഹത്തിൻ്റെ കുളം, വീടിനോട് ചേർന്നുണ്ടായിരുന്ന കുളം, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മറ്റൊരിടം എന്ന് പറയുന്നത്. അന്നത്തെ ദിവസം റിട്ടയർമെൻറ്റ് പാർട്ടി കഴിഞ്ഞ് എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ എടുത്ത ശേഷം ഓഫീസിലെ തൻ്റെ റൂമിനോട് വിട പറഞ്ഞ് അയ്യർ ഇറങ്ങി. നീന്തൽക്കാരൻ്റെ മുഖമായിരുന്നു അന്നേരം അയാൾക്ക്. എല്ലാവരും ചേർന്ന് അയ്യരെ അഭിനന്ദിച്ചു. യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം എല്ലാ അംഗങ്ങളും ചേർന്ന് അയാളെ വീട്ടിലെത്തിച്ച് നന്ദി പറഞ്ഞ് പിരിഞ്ഞു. ഇത്രയും നാൾ താൻ അനുഭവിച്ച സന്തോഷങ്ങൾ, നടത്തിയ യാത്രകൾ, നീന്തൽ കുളത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഓളങ്ങൾ ഒഴിഞ്ഞ കുളത്തിൻ്റെ പരപ്പിലേക്ക് അയാൾ എത്തിച്ചേർന്നു. നിയത സമ്പൂർണമായ ജീവിതം. യാത്ര പറഞ്ഞിറങ്ങിയ എല്ലാവരെയും നോക്കി കൈവീശി അയാൾ മട്ടുപ്പാവിൽ നിന്നു. ഇനി ഏകാന്തതയിലൂടെ നീങ്ങണം, മറ്റൊരു ഗുഡ് ഫിനിഷർ ആകണം. അയ്യർ മുറിക്കുള്ളിൽ കയറി തൻ്റെ IBM ലാപ്പെടുത്തു. അതിലെ നീന്തൽ സോഫ്റ്റ്വെയറിൽ തൻ്റെ പ്രിയതാരം സെബാസ്റ്റ്യൻ സേവ്യർ തന്നെയായിരുന്നു അപ്പോഴും മെഡലുകൾ നേടിക്കൊണ്ടിരുന്നത്. ജീവിതത്തിലൊരു നല്ലൊരു ഫിനിഷർ ആകുവാൻ, ഒരു മികച്ച ഫിനിഷർ ആകാൻ ഇയാൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. അതായത് താൻ ഒറ്റപ്പെട്ടു പോയാലും ആ ഒറ്റപ്പെടലുകൾക്കിടയിലും തന്നോടൊപ്പം മത്സരിച്ച്, തന്നെ സ്നേഹിച്ച്, അവഗണിച്ച, തന്നെ ഉപേക്ഷിച്ചു പോയ ആരോടും പരിഭവമില്ലാതെ തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ ആ സ്വാതന്ത്ര്യത്തിനെയും സുഖത്തിനെയും സന്തോഷത്തിനെയും ഏകാന്തതയിലും വളരെ വിജയകരമായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന വെങ്കടചലാപതി അയ്യർ എന്ന കഥാപാത്രമാണ് ഈ വൈഖരി എന്ന കഥയിൽ ഞാൻ എഴുതി വച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും അധികം ജീവിതത്തിനെ ഭംഗിയായി ഫിനിഷ് ചെയ്യാൻ ആഗ്രഹിച്ചാണ്. അയാളൊരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അയാളുടെ ജീവിതത്തിനെ അദ്ദേഹത്തിന് ഏറ്റവും ഭംഗിയായി ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും ആ പരാജയങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞ് അയാൾ തൻ്റെ ജീവിതത്തിനെ നല്ലൊരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നിടത്താണ് വൈഖരി എന്ന കഥ അവസാനിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും ജീവിതങ്ങളിൽ മനുഷ്യൻ ഏകാന്തതയുടെ തടവുകാരനാണ്. ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷങ്ങളാണ് നമ്മളെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുന്നത്, ഏറ്റവും അധികം നമ്മുടെ സ്വപ്നങ്ങളെ താലോലിക്കാൻ പ്രേരിപ്പിക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളെ കൊണ്ടുവരുന്നത്. മനുഷ്യൻ അവനവന് വേണ്ടി ജീവിക്കാൻ മറന്നു പോകുന്ന ഒരു ജീവിയാണ് എന്ന് ചിലയിടങ്ങളിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്.
മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതത്തിനെ നഷ്ടപ്പെടുത്തുന്ന ആളുകളും ഉണ്ട്. ONV തൻ്റെ കവിതയിൽ പറയുന്നത് പോലെ മറ്റുള്ളവർക്കായി സ്വയം കത്തിയേരിയും സുസ്മേരമൂർത്തിയാം സൂര്യനോട് പറയുകയാണ്, വറ്റാത്ത നിൻ്റെ ഉറവാർന്ന ഈ തപ്തദീപ്തമാം അക്ഷയപാത്രത്തിൽ നിന്ന് ജീവൻ്റെ ഒരു തുള്ളി വെളിച്ചം, ജീവൻ്റെ ഒരു തുള്ളി നീ എനിക്ക് പകർന്നു തരണം എന്ന് പറയുന്നത് പോലെ വൈഖരിയിലെ വെങ്കടജലാപതി അയ്യർ തൻ്റെ ജീവിതത്തിനെ ഏറ്റവും ഭംഗിയായി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഞാൻ പറഞ്ഞു, ഇനിയും വേറെയും 8 കഥകളുണ്ട്. പുഴ കടന്ന്, 2 കണ്ണുകൾ, സ്വകാര്യം, അന്തർധാനം, അനോഫിലിസ് തുടങ്ങി ഒരുപാട് കഥകളുണ്ട്. ഇതൊക്കെയും ഇതുപോലുള്ള ഓരോ മനുഷ്യരുടെ ജീവിതങ്ങളെ അടയാളപ്പെടുത്തുന്ന, ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിൽ പലതായി വേർപിരിയപ്പെട്ട മനുഷ്യരുടെ കഥകൾ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. കഥകൾ അവസാനിക്കുന്നില്ല എന്നാണ് ഇതിന് ആമുഖം എഴുതിയ, അവതാരിക എഴുതിയ എഴുത്തുകാരൻ സബീർ തിരുമല പറയുന്നത്. ഈ സമാഹാരത്തിലെ എല്ലാ കഥകൾക്കും ഇത്തരമൊരു ജനിതക പാരമ്പര്യം അവകാശപ്പെടാനാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ പുസ്തകം, ഇത് തിരുവനന്തപുരത്തെ എവർഗ്രീൻ ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. 2012 ഇപ്പോഴതിൻ്റെ കോപ്പി ലഭ്യമാകുമോ എന്ന് അറിയില്ല. എങ്കിലും പല ലൈബ്രറികളിലും, ഒരുപക്ഷെ നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ ഞാനിത് കൊടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അവിടെ നിന്നെങ്കിൽ ഇത് കിട്ടും. താല്പര്യപ്പെടുന്നവർക്ക് വായിക്കാം. വായന എന്നും നിങ്ങൾക്ക് ഏറ്റവും നല്ല അനുഭവമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അധ്യാപകർക്കും പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും നന്മകൾ വരട്ടെ, ഈശ്വരൻ നിങ്ങളെല്ലാവരെയും ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ പുസ്തകം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. വൈഖരി. താങ്ക് യു.